അതെല്ലാം ഇവർ സ്വീകരിക്കും. അതുകൊണ്ട് കുട്ടിക്കാലന്മാരെ ഉൽപ്പാദിപ്പിച്ച് ഈ രാജ്യത്തെ സംബന്ധിച്ച് വിഷം അവരുടെ കുട്ടികളുടെയൊക്കെ ഉള്ളിലേക്ക്, തലച്ചോറിലേക്ക് ഇൻജക്റ്റ് ചെയ്യപ്പെടണം. അതാണ് ഇവരിവിടെ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ രാജ്യത്ത് ഇനി അത് നടപ്പില്ല. അതുകൊണ്ട് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിലുള്ള 102 പാകിസ്ഥാൻ പൗരന്മാർക്കും രാജ്യം വിടാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 102 പാകിസ്ഥാൻ പൗരന്മാർ രാജ്യം വിട്ടോളാൻ പറഞ്ഞു അവരോട്. ഇതിനോടൊപ്പം തമിഴ്നാട്ടിലുള്ള പാകിസ്ഥാൻ പൗരന്മാരെ തിരിച്ചയക്കാനുള്ള നടപടികൾ തമിഴ്നാട് തുടങ്ങി വെച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള എല്ലാത്തരം വിസ സേവനങ്ങളും ഇന്ത്യ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെത്തിയിരിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാരിലെ പകുതി ആളുകളും ചികിത്സാ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മെഡിക്കൽ വിസയിൽ എത്തിയ ആളുകളാണ്. കുറച്ച് പേര് വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി എത്തിയതിലുണ്ട്. വിദ്യാർത്ഥി മെഡിക്കൽ വിസകളിൽ എത്തിയ ആളുകളും രാജ്യം വിട്ടുപോയിക്കോണം എന്നാണ് രാജ്യത്തിന്റെ നിർദ്ദേശം. മെഡിക്കൽ വിസയിലെത്തിയ ആളുകൾ ഈ മാസം 29-ാം തീയതി, മറ്റുള്ളവർ 27-ന് മുമ്പും രാജ്യം വിടണം എന്ന നിർദ്ദേശമാണ് ഇന്ത്യ നൽകിയത്. ഇത് വിദേശകാര്യ മന്ത്രാലയം പാകിസ്ഥാൻ പൗരന്മാരെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാനിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ ഇന്ത്യൻ പൗരന്മാർക്കും നിർദ്ദേശമുണ്ട്. പാകിസ്ഥാൻ പൗരന്മാർക്കും നിലവിൽ അനുവദിച്ച എല്ലാ വിസകളുടെയും കാലാവധി ഈ മാസം 27-ാം തീയതി അവസാനിച്ചതായിട്ടാണ് കണക്കാക്കുന്നത്. ഹിന്ദുക്കളായിട്ടുള്ള പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള ദീർഘകാല വിസയ്ക്കും അതിന് മാത്രം വിലക്കില്ല. മെഡിക്കൽ വിസ ലഭിച്ച ആളുകൾക്കും മടങ്ങാൻ 29 വരെ സമയമുണ്ട്. സർക്കാർ വിസ ഇളവ് പദ്ധതിയിലൂടെ പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ലെന്നും അത്തരത്തിലെത്തിയവർ 48 മണിക്കൂറിനകം രാജ്യം വിടണമെന്നും കഴിഞ്ഞ ദിവസം ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്കുള്ള സമയപരിധി ഇന്നാണ് അവസാനിക്കുന്നത്. അപ്പൊ പാകിസ്ഥാനികളെ പറഞ്ഞുവിടുന്ന വിഷയം പറയുമ്പോൾ ഖാലിദ് മണക്കാടവൻ, നിന്നെ ഉണ്ടാക്കിയത് പാകിസ്ഥാനിയാണോടാ? നിനക്കെന്താടാ ഇത്ര വേദന എടുക്കുന്നത്? പൊയ്ക്കോടാ പാകിസ്ഥാനിലേക്ക്. പാകിസ്ഥാനികളെ നാട് കടത്തുമ്പോൾ നിനക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ നിന്നെ ആരടാ ഇങ്ങോട്ട് വിളിച്ചത്? പൊയ്ക്കോടാ. ഓരോ ഉമ്മമാരും ഭീകരന്മാരുടെ രേഖാചിത്രം കണ്ട് നിലവിളിക്കുക. എന്തിനാണെന്നറിയാമോ? മോൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ ആരുടെയെങ്കിലും ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ആദിലിന്റെ രേഖാചിത്രം പുറത്തു വന്നതോടുകൂടി ഷെഹസാദ എന്ന് പറയുന്ന അമ്മയുടെ കണ്ണീര്. മോൻ ജീവനോടുണ്ടോ? ഉണ്ടെങ്കിൽ ഉടനെ തന്നെ കീഴടങ്ങണമെന്നാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളിയായിട്ടുള്ള ഭീകരൻ ആദിൽ ഹുസൈന്റെ അമ്മയുടെ വിലാപം ഇന്ന് മാധ്യമങ്ങൾ കുറിക്കുന്നത്. മകനെ കുറിച്ച് 8 വർഷമായി ഒരു വിവരങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. മകൻ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടാലും ഒന്നും പറയാനില്ലെന്നും അമ്മ ഷെഹസാദ പറയുക. ഭീകരാക്രമണങ്ങളിൽ പങ്കാളികളായ 2 പ്രാദേശിക ഭീകരന്മാരിൽ ഒരാളാണ് ആസിഫ് എന്ന യുവാവാണ് മറ്റൊരാൾ. രേഖാചിത്രം പുറത്തു വന്നപ്പോഴാണ് അമ്മ സ്വന്തം മകനെ തിരിച്ചറിയുന്നത്. സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുത്ത ആളാണ് മകൻ എന്ന സത്യം. അതുകൊണ്ടാണ് ചത്താലും സാരമില്ല എന്ന് അമ്മ പറഞ്ഞത്. 2 പേരുടെയും വീടുകൾ ഇന്നലെ പ്രാദേശിക സർക്കാർ തന്നെ തകർത്തു. അവന്മാരുടെ വീട്ടിൽ മര്യാദയ്ക്ക് കയറി കിടക്കണ്ട. വീടുകൾ തകർത്ത് തരിപ്പണമാക്കി. കണ്ടോ, അവര് ഭീകരാക്രമണം നടത്തി ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ അവരെ തിരിച്ച് അറിയുവാണ്. അവരുടെ രേഖാചിത്രം പുറത്തു വന്നതോടുകൂടി അവരുടെ വീടുകൾ അന്വേഷിച്ച് കണ്ടെത്തുവാണ്. നമ്മുടെ രാജ്യം എത്രമാത്രം വികസിച്ചിരിക്കുന്നു, ടെക്നോളജി എത്രമാത്രം ഡെവലപ്പായിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്ക്. ഈ ഭീകരാക്രമണവുമായി മകന് ബന്ധമുണ്ട് എന്ന് കരുതുന്നില്ല. പക്ഷേ പങ്ക് വ്യക്തമാക്കുന്ന എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ മകനെതിരെ നടപടി എടുക്കണമെന്ന് തന്നെയാണ് അമ്മ പറയുന്നത്. നമ്മുടെ രാജ്യത്തെ ഉറ്റുകൊടുത്ത് കാശ്മീരിൽ കൊല ചെയ്യപ്പെട്ട ഭീകരവാദികളുടെ മുഖം പോലും എനിക്ക് കാണണ്ട എന്നു പറഞ്ഞ ഭീകരന്മാരുടെ ഉമ്മമാരുടെ നാടുകൂടിയാണ് ഈ രാജ്യം. കുടുംബം ഒരു രൂപത്തിലും ഭീകരാക്രമണത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നും
ഞാനും മറ്റ് 2 മക്കളും അവരുടെ ചെറിയ കുട്ടികളും താമസിക്കുന്ന വീടാണിതെന്നും സ്ഫോടനം നടത്തിയ അധികൃതർ തകർത്ത് കളഞ്ഞത് ഞങ്ങളുടെ സമാധാനവും വീടുമാണെന്നും ആ അമ്മ പറയുന്നു. മക്കൾ ഓരോന്ന് ചെയ്തു വെക്കുന്നു. ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കുന്നവൻ കല്യാണ സാധനം മാത്രം സൂക്ഷിച്ചാൽ മതി, ജീവിച്ചിരിക്കുന്നവർക്ക് എന്തെല്ലാം നോക്കണം. ഇനി ഇവിടെ എങ്ങനെ ഞങ്ങൾ ജീവിക്കുമെന്നാണ് അമ്മ ചോദിക്കുന്നത്. സെക്യൂരിറ്റി ഏജൻസി ബലമായിട്ടാണ് ഇവിടെ നിന്ന് ഞങ്ങളെ പിടിച്ചു മാറ്റിയതെന്നും ഷെഹസാദ പറയുന്നു. വീടിനടുത്തുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് അധ്യാപകനായിട്ട് ജോലി ചെയ്തിരുന്നു ആദില്. ബിരുദാനന്തര ബിരുദധാരിയാണ് ഇയാൾ. വിദ്യാഭ്യാസമുണ്ടെന്ന് കരുതി തലച്ചോറിനകത്തുള്ളത് മതമാണെങ്കിൽ അത് പെട്ടെന്നൊന്നും പോയി പോകത്തില്ല. സ്ഫോടക വസ്തു ഉപയോഗിച്ചിട്ടാണ് 2 ഭീകരരുടെ വീടുകളും തകർത്തിരിക്കുന്നത്. സംഭവം നടക്കുന്ന സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ത്രാൽ എന്ന് പറയുന്ന സ്വദേശിയാണ് ആസിഫ്. ബിജു ബഹേര സ്വദേശിയാണ് ആദിൽ തോക്കർ. ഈ ഭീകരന്മാരുടെ വീടുകളും തകർത്തു. 2 പേരും ലഷ്കർ-ഇ-തൊയ്ബയുമായി ബന്ധം പുലർത്തിയ ഭീകരന്മാരാണ്. നേരത്തെ തന്നെ NIAക്ക് അവരെ സംബന്ധിക്കുന്ന എല്ലാ സൂചനകളും ലഭിച്ചിരുന്നു. ഭീകരാക്രമണത്തിൽ 29 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ 29 ആളുകളെ കൊന്നവനെ വെറുതെ വിടുമോ NIA? ഈ രാജ്യം അവരോട് ക്ഷമിക്കുമോ? ഏതുമ്മ കരഞ്ഞാലും ഏത് ഉമ്മമാര് കരഞ്ഞാലും ശരി, വെറുതെ വിടില്ല. മതം നോക്കിക്കൊന്നവനെ എന്ത് ചെയ്യണം? ഈ രാജ്യത്ത് ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ളത് കൊണ്ട് മാത്രമാണ് മുസ്ലിങ്ങൾ ഇവിടെ കിടന്ന് ഇത്രയും പൊളയ്ക്കുന്നത്. അതല്ലെങ്കിൽ അവർക്ക് പറ്റില്ല. പക്ഷെ എന്ന് കരുതി മറ്റുള്ളവർക്ക് ഇവിടെ ജീവിക്കണ്ടേ? ഹിന്ദു ജനസംഖ്യ 75% താഴെ പോയാൽ പോലും അത് രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കും, സംശയമില്ല. ഈ മതേതരത്വം എന്ന് പറയുന്നതേ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മാത്രം പറഞ്ഞിട്ടുള്ള വസ്തുതയല്ല. ഈ രാജ്യത്തുള്ള എല്ലാവർക്കും അത് വേണം. ഹിന്ദുക്കളും മതേതരന്മാരായതുകൊണ്ട് മാത്രമാണ് മുസ്ലിങ്ങൾക്ക് അവരുടെ സ്വാതന്ത്ര്യം നല്ല രൂപത്തിൽ ഇവിടെ ആസ്വദിക്കാൻ സാധിക്കുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് 3 കോടിയായിരുന്നത് ഇന്ന് 21 കോടിയായി കുതിച്ചു. അതേപോലെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് പാകിസ്ഥാൻ വിഭജിക്കുന്ന സമയത്ത് എത്ര ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു, ഇന്ന് എത്ര ശതമാനം ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഇന്ത്യ പോലെയുള്ള ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വേഷത്തിലും ഭക്ഷണത്തിലും രാഷ്ട്രീയത്തിലും ശരീരത്തിന്റെ അവയവത്തിൽ പോലും മതം കലർത്തിയിട്ട് മറ്റുള്ളവർ മതേതരന്മാരായി ജീവിച്ചോണം എന്ന് പറയുന്നതിലെ ഔചിത്യ ബോധം എന്താണ്? എന്തിന്റെ പേരിലായിരുന്നാലും ശരി, തീവ്രവാദികളെ വെള്ളപൂശുകയും അവരോട് മൃദു സമീപനം സ്വീകരിക്കുകയും അവരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് ആരായിരുന്നാലും ശരി, അതിന് MLA അല്ല, MP അല്ല, മന്ത്രിയല്ല, എത്ര വലിയ കൊടി കെട്ടിയവനാണെങ്കിലും ശരി, അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. കാരണം ഈ രാജ്യത്തിനെതിരായിട്ട് നടക്കുന്ന തീവ്രവാദി ആക്രമണങ്ങളിൽ അപലപിക്കുക പോലും ചെയ്യാതെ അവരെ വെള്ളപൂശാനും അവർക്ക് നന്ദി അർപ്പിക്കാനും അവരെ സഹോദരന്മാരായി നെഞ്ചിലേറ്റാനും സാധിക്കുന്ന ഒരു വിഭാഗം ഗൂഢാലോചനക്കാർ ഈ രാജ്യത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒരിക്കലും ജയിലിൽ അടയ്ക്കാൻ പറയാൻ പറ്റില്ല. നമ്മുടെ നികുതി പണത്തിൽ അവർ കിടന്ന് തിന്നു പൊളയ്ക്കാനോ അവനെയൊക്കെ ഷൂട്ട് ചെയ്യണം. അവനെയൊന്നും വെച്ചുകൊണ്ടിരിക്കരുതെന്നേ. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതൊക്കെ രാജ്യങ്ങളിൽ ഇവർ വലിഞ്ഞു കയറി ചെന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഇവർ ഈ ഭീകരത കുത്തിനിറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവരുടെ ഈ മതഭീകരത കാരണം ഇവർക്ക് അഭയം നൽകിയ രാജ്യങ്ങളെല്ലാം എന്താണ് ഈ മതത്തിന്റെ തീവ്രത എന്ന് പഠിച്ചു. അഭയാർത്ഥികൾ എന്ന പേരിൽ യൂറോപ്പിലേക്ക് നുഴഞ്ഞു കയറി. അവിടെ എന്താ, അവർ റോഡിൽ മുസല്ലയിട്ട് നമസ്കരിച്ച് മറ്റുള്ളവരുടെ യാത്രാ സൗകര്യങ്ങൾ ഇല്ലാതാക്കുക. അവിടെ അവർക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന വസ്ത്രം ധരിച്ച് സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ അവരെ നോക്കിയിട്ട് കയറി പിടിക്കാൻ ശ്രമിക്കുക, അവരുടെ വേഷത്തെക്കുറിച്ച് പുച്ഛിക്കുക, ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിക്കാൻ അവരെ നിർബന്ധിക്കുക. മറ്റൊരിടത്ത് വലിഞ്ഞു കയറി വന്നതാണെന്നെങ്കിലും ഈ മദ്രസ പട്ടന്മാരൊന്ന് ചിന്തിക്കേണ്ടതല്ലേ? അതിന് മദ്രസയിൽ മാത്രം പഠിക്കുന്ന ഇവർ